നമസ്കാരം, ഞാൻ ശ്രീരാജ് ഫ്രം കാർഡിയോശ്രീ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഹൃദ്രോഗം തടയുന്നതിൽ എവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത്, എവിടെയാണ് നമുക്ക് അത് ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒന്ന്, ഒരു വ്യക്തിഗതമായ പ്രശ്നപരിഹാരങ്ങളാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ഓരോ വ്യക്തിക്കും ഡിഫറൻറ്റ് DNA ആണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട മരുന്നുകളല്ല മറു വ്യക്തിക്ക് കൊടുക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആ വ്യക്തികളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ വ്യക്തിഗതമായ ഒരു 1-to-1 ഡിസ്കഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ റിയാലിറ്റി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറും രോഗിയും തമ്മിലുള്ള സംഭാഷണം മാക്സിമം 5 മിനിറ്റ്സോ, ചില ഡോക്ടറാണെങ്കിൽ 10 മിനിറ്റിലോ നടക്കും. കാര്യം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഒരുപാട് പേഷ്യൻസിനെ നോക്കേണ്ടതായി വരും. അപ്പോൾ അവർക്ക് ടൈം ലിമിറ്റഡാണ്. അപ്പോൾ തീർച്ചയായും എന്താണോ പ്രശ്നം അതിനൊരു മരുന്ന് കുറിച്ച് തരുന്നു, അത് കഴിക്കാൻ പറയുന്നു. അതിനപ്പുറമുള്ള ചോദ്യത്തിനോ ഉത്തരങ്ങൾക്കോ അവിടെ പ്രസക്തിയില്ല. ഈ ഒരു പ്രശ്നം വളരെ വലുതായി തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഒരു സംശയം വരുത്തും. ഞാൻ എന്തിനീ മരുന്ന് കഴിക്കണം, എന്താണ് എൻ്റെ യഥാർത്ഥ പ്രശ്നം, മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെ എന്തുകൊണ്ടൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നെന്നും അത് ഉണ്ടായി അത് പരിഹരിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്നും മനസ്സിലാക്കുന്നിടത്താണ് ആദ്യത്തെ പ്രതിരോധ സംവിധാനം തീർക്കുന്നത്, അത് പ്രിവെൻഷൻ തുടങ്ങുന്നത്. നമ്മുടെ കേരളത്തിൽ പലപ്പോഴും പ്രിവെൻറ്റീവ് ക്ലിനിക്കിൽ ഉണ്ടെങ്കിൽ പോലും ആരും തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. അസുഖം വന്നതിന് ശേഷം മരുന്നെടുക്കുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പല വീഡിയോയിലും ഞാൻ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമാണ്. അതല്ല ചെയ്യാൻ പറ്റുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹൃദ്രോഗം കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഒരു കാർഡിയോ ഹെൽത്ത് കോച്ചിൻ്റെ ഇമ്പോർട്ടൻസ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാർഡിയോ ഹെൽത്ത് കോച്ച് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. അവർ ഡോക്ടറുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഹോസ്പിറ്റലിൻ്റെ ഒരു പാർട്ടായി മാറുകയും ചെയ്യും. നമ്മുടെ കൊച്ചു കേരളത്തിലും ആ ഒരു സംരംഭമായിട്ടാണ് കാർഡിയോശ്രീ വരുന്നത്. എത്രത്തോളം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും ഇനി എന്തൊക്കെ ഹൃദയരോഗം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും ഉള്ള ഒരു പ്രിവെൻറ്റീവ് ക്ലിനിക്കായിട്ടാണ് കാർഡിയോ ഹെൽത്ത് കോച്ചിങ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടറോടൊപ്പവും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പ്രോപ്പർ ഗൈഡൻസ് നൽകാനാണ് എന്നെപ്പോലുള്ള കാർഡിയോ ഹെൽത്ത് കോച്ച് അധ്വാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കൂടുതൽ വിവരങ്ങൾക്ക് കാർഡിയോശ്രീയുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇത് ട്രിവാൻഡ്രത്ത് നാലാഞ്ചിറയാണ് കാർഡിയോശ്രീ സ്ഥിതി ചെയ്യുന്നത്.